പെട്ടെന്നാണ് ഉമ്മറത്തു നിന്ന് സുമംഗല എന്ന് വിളി കേട്ടത്. എന്തെങ്കിലും ഗൗരവമേറിയ കാര്യത്തിന് മാത്രമേ തന്നെ സുമംഗല എന്ന് വിളിക്കാറുള്ളൂ എന്ന തിരിച്ചറിവ് അവളിൽ നേരിയ ഭയം ജനിപ്പിച്ചു. തുടർന്ന് കേൾക്കുക. ഉമ്മറത്തു നിന്ന് സുമംഗല എന്നുള്ള വിളി കേട്ട് ഉള്ളിൽ നേരിയ ഭയത്തോടെ അവിടേക്ക് നടക്കുമ്പോഴാണ് അവൾ ഓർത്തത് സർപ്പക്കാവിലും അസ്ഥിത്തറയിലും വിളക്ക് വെച്ചിട്ടില്ല എന്നുള്ളത്. ചിന്തയിൽ മുഴുകി ഉന്മാദാവസ്ഥയിലായിപ്പോയ താൻ ആ പതിവ് തെറ്റിച്ചിരിക്കണു. വിളക്ക് വയ്ക്കേണ്ട സമയം കഴിഞ്ഞു. ഇത്രയും സമയം വൈകിയത് അറിയാതെ പോയത് വലിയ തെറ്റ് തന്നെയാണ്. അതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു വിളി വരാനുള്ള കാരണം. നിഷ്ഠകളിലും ആചാരങ്ങളിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആളാണ് ഏട്ടൻ. ദേവിയെ, ഇനി എന്താണാവോ പറയാൻ പോകുന്നത്? നെഞ്ചിരിപ്പോടെയാണ് അവൾ ഉമ്മറത്തെത്തിയത്. എന്താ കുട്ടിയെ ഇത്? അന്തിവിളക്ക് വെക്കുന്ന കാര്യം ഇവിടെ മറന്നു അല്ലേ? കാരണവന്മാരുടെയും ദൈവങ്ങളുടെയും കരുണ കൊണ്ടാണ് അല്ലലില്ലാതെ ജീവിച്ചങ്ങോട്ട് പോണേ. അതില്ലാതാക്കണ്ട. ഏട്ടാ, ഞാൻ സുമംഗല വിക്കി എന്തോ പറയാൻ തുടങ്ങിയതും വാസുദേവൻ നമ്പൂതിരി കൈയെടുത്ത് വിലക്കി. വേണ്ട, ഇനിയും സമയം കളയണ്ട, പോയി വിളക്ക് വെച്ചോളൂ. അവൾ പെട്ടെന്ന് തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചു. അവിടെ നിന്നും തിരിത്തട്ടുമായി അസ്ഥിത്തറയിൽ തിരികൊളുത്തി. പിന്നീട് പറമ്പിന്റെ കിഴക്കേ കോണിലുള്ള സർപ്പക്കാവിലേക്ക് പോയി. ഏകദേശം 20 സെന്റോളം സ്ഥലം മാത്രമാണ് സർപ്പക്കാവിനുള്ളതെങ്കിലും അതുതന്നെ ഒരു നിബിഡ വനത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നതായിരുന്നു. അധികം ഉയരത്തിലല്ലാതെ പടർന്നു നിൽക്കുന്ന പാലമരവും അതിൽ നിറയെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വലിയ കാട്ടുവള്ളികളും, ഏതു കാലാവസ്ഥയിലും ഒരു കുലപ്പൂവെങ്കിലും സമ്മാനിക്കുന്ന കാട്ടുചെത്തിയും പിന്നെ ചെമ്പകവും ചെമ്പരത്തിയും എല്ലാം ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നു. നാഗദൈവങ്ങളുടെ പ്രീതിക്കായി ആയില്യം നാളിൽ സർപ്പപ്പാട്ടും 100 പാലും നൽകലും വർഷത്തിലൊരിക്കൽ സർപ്പബലിയും നടത്താറുണ്ട്. ഒരിക്കൽ പോലും അവിടെ തിരുവയ്പും മുടങ്ങാറില്ല. സുമംഗല വേഗം സർപ്പക്കാവിലെത്തി നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും മുന്നിൽ തിരിതെളിയിച്ചു പ്രാർത്ഥിച്ചു. തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് സർപ്പക്കാവിൽ നിന്നും കുറച്ചകലെ മാറിയുള്ള ആമ്പൽക്കുളത്തിനടുത്ത് ഒരാൾ നിൽക്കുന്നത് മങ്ങിയ വെളിച്ചത്തിൽ അവൾ കണ്ടത്. ഒരു ഭയം മനസ്സിനെ ബാധിച്ചെങ്കിലും ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. അതോടെ കൈകാലുകളിൽ ചങ്ങലപ്പൂട്ട് വീണതുപോലെ അവൾ സ്തബ്ധയായി. ഇരുട്ട് വീണു കഴിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം പതറിപ്പോയി. എങ്കിലും പെട്ടെന്ന് തന്നെ സമചിത്തത വീണ്ടെടുത്ത് തിരുത്തട്ടുമായി വേഗം ഇല്ലത്തേക്ക് തിരിച്ചു നടന്നു. അപ്പോഴും ആ രൂപം അവളെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത്താഴം കഴിഞ്ഞ് കാശിയും ചന്തുവുമായുള്ള കളികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും സുമംഗലയുടെ മനസ്സ് പൂർണ്ണമായും അസ്വസ്ഥമായിരുന്നു. എന്തോ ഒരു ഭയം മനസ്സിനെ ആകെ ബാധിച്ചിരിക്കുന്നു. എങ്കിലും ഹരിനാരായണനെ കുറിച്ചുള്ള ഓർമ്മകൾ ആ ഭയത്തിലും അവളിൽ ഒരു ഉന്മേഷം പകർന്നു. അതുകൊണ്ടുതന്നെ വേഗം കളികൾ മതിയാക്കി അവൾ മുറിയിലേക്ക് പോയി. ഇനി എന്നായിരിക്കും അദ്ദേഹത്തെ കാണാൻ സാധിക്കുക? താൻ ഒന്നും പറയാതെ പോന്നതുകൊണ്ട് ഇനി ചിലപ്പോൾ തൻ്റെ മുന്നിൽ വരാൻ മടി കാണുമായിരിക്കും. എന്റെ മനസ്സ് വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ? ഇനി കണ്ടാൽ ഒരിക്കലും അതുപോലെ പെരുമാറാൻ പാടില്ല. എന്തെങ്കിലും സംസാരിക്കണം. പല ചിന്തകളാൽ കിടന്ന സുമംഗല ഒരു ആലസ്യത്തിൽ എന്ന പോലെ വേഗം ഉറങ്ങിപ്പോയി. പതിവിലും നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് കറുത്ത കരയുള്ള സെറ്റ് മുണ്ടും ധരിച്ച് ദേവിക്കുള്ള പൂക്കളുമായി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങി. ആ വേഷത്തിൽ സുമംഗല വളരെയധികം സുന്ദരിയായി കാണപ്പെട്ടു. ആരു കണ്ടാലും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന രൂപസൗകുമാര്യം. ഏട്ടാ, ഞാൻ പോകുന്നു. ഉമ്മറത്ത് കാര്യക്കാരനും അനിയന്മാർക്കും ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന വാസുദേവൻ നമ്പൂതിരിയോട് യാത്ര പറഞ്ഞ് മറ്റു ചേട്ടന്മാരുടെ നേരെ നോക്കി ഒരു ചിരിയിലൂടെ അവരോടും യാത്ര പറഞ്ഞ് അവൾ ക്ഷേത്രത്തിലേക്ക് പോയി. അവളുടെ പോക്ക് നോക്കി നിന്ന എല്ലാവരുടെ മുഖത്തും ഒരു സങ്കടം തിരതല്ലി. എന്റെ ദേവിയെ, എന്നും എന്റെ കുട്ടി അവിടുത്തെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അതിനൊരു നല്ല ജീവിതം കൊടുക്കണേ. വാസുദേവൻ നമ്പൂതിരി മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇന്നും ഹരിയെ കാണണമെന്നും കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കണമെന്നും അതിയായ ആഗ്രഹത്തോടെയാണ് സുമംഗല മുന്നോട്ട് നടന്നത്. വിശാലമായ പാടശേഖരങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലുമെല്ലാം അവനെ തേടി അവളുടെ കണ്ണുകൾ പാഞ്ഞു. തലേ ദിവസം ഹരിയെ കണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ അവൾ പോലും അറിയാതെ ഒരു നിമിഷം അവിടെ നിന്നുപോയി. മിടിക്കുന്ന ഹൃദയത്തോടെ ചുറ്റും നോക്കി. എന്നാൽ നിരാശയായിരുന്നു ഫലം. തിരിച്ചു വരുന്നതും ഇതിലെ തന്നെയാണല്ലോ എന്ന സമാധാനത്തോടെ അവൾ നടന്നു. ക്ഷേത്രത്തിലെത്തി ദേവിക്ക് ചാർത്താൻ ചെമ്പരത്തിമാലയും നാരങ്ങമാലയും വാങ്ങുവാനായി വാരസ്യാരുടെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ കൂടെ
ഏകദേശം 20 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും ഇരിക്കുന്നത് കണ്ടു. സുമംഗലയെ കണ്ടതും അവൻ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. ഇതാരാ വാരസ്യാരെ? ഇതെന്റെ മോനാണ് തമ്പുരാട്ടി. ഇന്ന് പതിവില്ലാതെ ചെക്കന് പോരണം എന്നൊരു നിർബന്ധം, അങ്ങനെ വന്നതാ. വാരസ്യർ മറുപടി കൊടുത്തു. ആണോ? അമ്പലത്തിൽ ഒന്നും വരാറില്ലേ? കണ്ടിട്ടില്ലല്ലോ മുമ്പ്. ഇല്ല തമ്പുരാട്ടി, ഞാൻ വല്ലപ്പോഴുമേ വരൂ, അതും ദീപാരാധനയ്ക്ക്, അവൻ വിനയപൂർവ്വം മറുപടി കൊടുത്തു. ഓ അത് ശരി, എന്താ പേര്? ജിഷ്ണു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൊഴാനായിപ്പോയി. ശ്രീകോവിലിന് മുന്നിൽ കണ്ണടച്ചു നിൽക്കുമ്പോഴും മനസ്സ് ഹരിനാരായണനെ തേടി പാടവരമ്പിലൂടെ യാത്ര ചെയ്യുന്നത് അവൾ അറിഞ്ഞു. വന്ന് വന്ന് ദേവിയുടെ മുന്നിൽ പോലും തനിക്ക് ശാന്തമായി നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അവൾ ഓർത്തു. ഇതാണോ പ്രണയം? ഇത്ര തീവ്രമോ? കാണാൻ കൊതിക്കുകയും കാണാതിരിക്കുമ്പോൾ നീറിപ്പിടയുകയും ചെയ്യുന്ന മനസ്സിന്റെ വിഹ്വലത. എത്ര സമയം അങ്ങനെ നിന്നു എന്നറിയില്ല. തമ്പുരാട്ടി, പൂജാരിയുടെ വിളി കേട്ടാണ് പരിസരബോധം വന്നത്. സത്യത്തിൽ താൻ പ്രാർത്ഥിക്കുകയായിരുന്നില്ല. ഈ നടയ്ക്ക് മുന്നിൽ വന്നതിനു ശേഷം ദേവിയെ ഒന്ന് ഓർക്കാൻ കൂടി ഇന്ന് സാധിച്ചില്ല. മനസ്സിന്റെ തിരയിളക്കത്തിൽ അതുപോലും മറന്നുപോയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ തീർത്ഥവും പ്രസാദവും വാങ്ങി ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ച് പുറത്തേക്കിറങ്ങി. തൊടിയിലൂടെ നടക്കുമ്പോൾ ഹരിനാരായണന്റെ സാമീപ്യത്തിനായി മനസ്സിൽ വെമ്പിൽ കൊള്ളുകയായിരുന്നു. ഇന്നലത്തേതുപോലെ പെട്ടെന്ന് തന്റെ മുന്നിൽ വരുന്നതും പ്രണയാതുര ഭാവത്തിൽ തന്നെ നോക്കുന്നതും താൻ പറയാൻ കരുതി വെച്ച വാക്കുകൾ ഒരു സംഭ്രമത്താൽ കൈമോശം വന്ന് നാണത്താൽ തലകുമ്പിട്ട് നിൽക്കുന്നതും അവൾ മനസ്സിൽ കണ്ടു. എന്നാൽ അവളുടെ സ്വപ്നങ്ങൾക്കുമേൽ നിരാശയുടെയും ദുഃഖത്തിന്റെയും കരിനിഴൽ വീണത് മാത്രം മിച്ചം. എന്തോ വിലപിടിപ്പുള്ളത് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ മനോവിഷമത്തോടെയാണ് ഇല്ലത്തേക്ക് വന്നു കയറിയത്. പതിവായി ചേട്ടന്മാർക്ക് ചന്ദനം തൊട്ടുകൊടുക്കുന്ന കാര്യം പോലും മറന്നു. അകത്തേക്ക് കയറാൻ തുടങ്ങിയ അവളെ അനിയൻകുട്ടൻ തമ്പുരാൻ വിളിച്ചു നിർത്തി. എന്താ പറ്റിയ കുട്ടിയെ? നീ ആകെ വിഷമിച്ചിരിക്കണു. മനസ്സ് നേരെ അല്ലെന്നുണ്ടോ? എന്തായാലും പറയുക. അനിയത്തിയുടെ ദോഷജാതകത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അനിയൻകുട്ടൻ തമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മുഖമൊന്ന് വാടിയാൽ മറ്റുള്ള എല്ലാവരെയുംകാൾ നോവുന്നത് ആ മനസ്സാണ്. ഏയ് ഒന്നുമില്ലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ചന്ദനം തൊട്ടുകൊടുത്ത് ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. തന്റെ സങ്കടം എന്താണെന്നറിയാതെയാണ് ഏട്ടന്മാരുടെ വിഷമം എന്നുള്ളതും അവൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ മധ്യമായിരുന്നു. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഇവരെ അറിയാതെയാണെങ്കിലും കളിപ്പിക്കുകയാണല്ലോ എന്ന ചിന്ത കൂടിയായപ്പോൾ സുമംഗലയുടെ കണ്ണിൽ നിന്ന് നീർച്ചാലുകൾ ഉറവെടുത്തു. ഒന്നിലും ഒരു ഉത്സാഹം തോന്നിയില്ല. വെറുതെ തൊടിയിലും അടുക്കളയിലും ചുറ്റി നടന്ന് ദേവിക അന്തർജനത്തോടും കുട്ടികളോടുമൊപ്പം അല്പസമയം ചെലവഴിച്ച് മുറിക്കുള്ളിലേക്ക് പോയി. ചിന്തകൾ മനസ്സിൽ നിന്നും കെട്ടുപൊട്ടിക്കുന്നു. കൊക്കോട് കൊക്കുരുമ്മി ആമ്പൽക്കുളത്തിൽ സ്വച്ഛന്തം നീന്തി തുടിക്കുന്ന ഈണയരണ്യങ്ങളായും നിലാവുള്ള രാത്രിയിൽ ചന്ദ്രന്റെ കുളിരുള്ള കിരണങ്ങളേറ്റ് ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി കിന്നാരം പറഞ്ഞിരിക്കുന്ന പ്രണയ ജോഡികളായും തങ്ങൾ മാറുന്നത് അവൾ അറിഞ്ഞു. എപ്പോഴോ ഉറങ്ങിപ്പോയ സുമംഗല നേരത്തെ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരുന്ന അലാറത്തിന്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. വിളക്ക് വയ്ക്കേണ്ട നേരമാകുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിലും അസ്ഥിത്തറയിലും വിളക്ക് വെച്ച് സർപ്പക്കാവിലേക്ക് തിരിവെക്കാനായി പോയി. വിളക്കിലെ കരിന്തിരി കത്തിത്തീർന്നതെല്ലാം തുടച്ചു വൃത്തിയാക്കി എണ്ണ പകർന്ന് തിരിതെളിച്ചു. നാഗയക്ഷിയെയും നാഗരാജാവിനെയും തൊഴുത് അല്പം മഞ്ഞൾപ്പൊടി എടുത്ത് നെറ്റിയിൽ ചാർത്തി തിരിഞ്ഞ സുമംഗല അറിയാതെ തന്നെ ആമ്പൽ കുളക്കരയിലേക്ക് നോക്കിപ്പോയി. അവിടെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി തലേ ദിവസം കണ്ട അതേ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു.